അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നിങ്ങളിലേക്ക് 5 കാര്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ മുതലാക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതെന്താ? ശബാബക ഖബല ഹറമിക, നിങ്ങളുടെ വാർദ്ധക്യമുണ്ടല്ലോ, ആ വാർദ്ധക്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, വാർദ്ധക്യമായാൽ അല്ലാഹുവിലേക്ക് ഒതുങ്ങിച്ചേരാമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പള്ളിയുമായി സമീപിക്കാമെന്ന് ആലോചിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അത് തെറ്റായ ചിന്തയാ പ്രിയപ്പെട്ടവരെ. വാർദ്ധക്യ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിന്റെ യുവത്വമുണ്ടല്ലോ, നിന്റെ ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യത്തെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണേ ചെറുപ്പക്കാരെ. അല്ലാഹുവിന് വേണ്ടി നിന്റെ യുവത്വത്തെ നീ ചെലവഴിക്കണേ. എന്തെല്ലാം ഹറാമുകൾക്ക് വേണ്ടിയാ നമ്മുടെ യുവത്വത്തെ നമ്മൾ ചെലവഴിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്ന് അല്ലാഹുവിനൊന്ന് സുജൂദ് ചെയ്യാൻ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണേ, നിന്റെ ആരോഗ്യം നഷ്ടമായാൽ, നിന്റെ യുവത്വം നഷ്ടമായാൽ ആ യുവത്വം നിന്നിലേക്ക് മടങ്ങി വരില്ല. നിന്റെ യുവത്വത്തെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണേ ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരോഗ്യമുള്ള സമയം നീ ഖുർആൻ ഓതണേ, ആരോഗ്യമുള്ള സമയം നീ നിസ്കരിക്കണേ. അത് നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഭാഗ്യമാണ്, അല്ലാഹു നൽകുന്ന അവസരമാണ്. ആ അവസരങ്ങളെ നിങ്ങൾ പാഴാക്കി കളയല്ലേ പ്രിയപ്പെട്ടവരെ. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞ കാര്യമെന്താ? രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞ കാര്യമെന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വസിഹ്ഹതക ഖബല സഖമിക, നിന്നിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ്, മാരകമായ രോഗങ്ങൾ നിന്നെ പിടികൂടുന്നതിന് മുമ്പ്, രോഗമില്ലാത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ അല്ലാഹുവിനെ ഓർക്കണേ. അല്ലാഹുവിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യണേ. നിന്റെ നാവ് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതണേ പെങ്ങളെ. നിന്റെ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, അത് നഷ്ടമായി കഴിഞ്ഞാ നിനക്ക് രോഗം വന്ന സമയത്തല്ല പ്രിയപ്പെട്ടവളെ നീ അല്ലാഹുവിനെ ഓർക്കേണ്ടത്. നിന്റെ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, അല്ലാഹു തന്ന അനുഗ്രഹമുണ്ടല്ലോ, ആ സമയത്ത് നീ അല്ലാഹുവിനെ ഓർത്താ അത് വല്ലാത്ത പ്രതിഫലമാണെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ.